താനെങ്കിൽ ചായ കുടിച്ചാ? ആ ചായ കുടിച്ചു. എന്നാ പിന്നെ ഇവിടെ ഇരിക്കേ. അന്നേരം വരുന്നില്ല അതേല്ലേ? അതന്നെ വരുന്നത്. മീൻ മേടിക്കാൻ പോയതായിരിക്കും. നീ പോയില്ലേ മീൻ മേടിക്കാനാണ്? അമ്മ മീൻകാരന്റെ കൂക്കലിട്ടിട്ടാ പോയിന്. അപ്പൊ മീൻകാരൻ അങ്ങ് പോയി. മത്തിച്ചാകരി ഉണ്ട് എന്ന് പറഞ്ഞു. മീനുമില്ല, നമ്മക്കൊന്നുമില്ല. വൈകിയും നച്ചു അങ്ങോട്ട് പോകുന്നുണ്ടായില്ല. ഒപ്പരം ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളപ്പുറം പഠിക്കുന്നയാ. ആ എവിടെയാ കുഞ്ഞിന്റെ വീട്? നെരിക്കാൻ പള്ളി വരും. നെരിക്കാൻ പള്ളിയാ. അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ശ്രീനിയന്റെ അടുത്തേക്കാന്ന് തോന്നുന്നു പോയത്. ഷിജുവിന്റെ അടുത്തേക്ക്, ആടാ പെണ്ണിന്റെ അടുത്തേക്ക്. അമ്മ ഇനി എന്നാ കറി വെക്കണ്ടുമ്പോ എന്നങ്ങ് പറഞ്ഞേ. ഇവിടെ കുറച്ച് ചക്കക്കുരു ഉണ്ട്, അത് വറുത്തരച്ച് വെച്ചോ. എന്നാ പിന്നെ ചക്കക്കുരു എടുത്ത് കൊടുക്കറാനാ? വേണ്ട അച്ഛാ, ഞാൻ എടുക്കാം. അമ്മേ, ഇവിടുന്ന് തന്നെ പാങ്ങാക്കിട്ട് അങ്ങോട്ട് എടുക്കാം. നേരം വൈകൂലേ? എന്റെ മോള് നോക്കണ്ട്. അല്ല, അത് ആക്കി വെച്ചാന്ന് ലാസ്റ്റ് മുടുക്ക. നീ മീൻ മേടിക്കാൻ പോയിനാ? ഞാൻ മീൻ മേടിക്കാൻ പോയി. മീൻകാരൻ അങ്ങ് പോയിനി. ഞാൻ ഇങ്ങോട്ടതാ ചക്കക്കുരു ആ നോക്കുന്നു. ഓ, ചന്തപ്പറക്ക് മീൻ ഉണ്ടായിട്ടോ. നീ വാങ്ങി ഉപയോഗിച്ചത് ഞാൻ വാങ്ങാൻ. എങ്ങനെ ചക്കക്കുരു ആക്കുന്നത്? വറുത്തരച്ച് വെക്കാനാന്ന് അമ്മ പറഞ്ഞു. ആ, എന്നാ പിന്നെ വറുത്തരച്ച് വെച്ചോ, അതാണല്ലോ ടേസ്റ്റ്. ഞാൻ വീട്ടിലേക്ക് നടക്കട്ടാ. അപ്പൊ നമ്മുടെ ചക്കക്കുരു എല്ലാം വെട്ടി കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ പാചകം നമ്മ അടുക്കളയുടെ ഉള്ളിൽ നിന്നാണ്, ഗ്യാസ് പാട് വൈകി. ഇനിയിപ്പോ കറി ആക്കുമ്പോ ഇനി അച്ഛന് കൊടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും അങ്ങനെ പെട്ടെന്ന് നോക്കട്ടെ പരിപാടി. ആദ്യം നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അല്ലേ. കുക്കറിൽ ഇട്ട് കൊടുക്കേ. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയേ, വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഇത് പെട്ടെന്ന് വേവിക്കട്ടെ. അപ്പം നമ്മുടെ കുക്കറിൽ ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. തേങ്ങയും കറിവേപ്പിലയും വെളുത്തുള്ളി 2 ചെറിയ ഉള്ളി അല്ലേ, കുറച്ച് ജീരകമുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. തേങ്ങ ഇട്ട് കൊടുക്കുക. ആദ്യം വലിയിട്ട് കൊടുക്കണ്ട, അപ്പുറം കൊണ്ട ഒതുങ്ങണ്ട. 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അല്ലേ. നമ്മുടെ മുളക് പൊടി, കാശ്മീരി അല്ലേ, മല്ലിപ്പൊടി, ഇത് റെഡി ആയില്ലേ. ഇതിനി അരച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു 2 വിസിലിന് വേവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരു കറിയെ തയ്യാറാക്കുക. ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്. ആദ്യം നമ്മുടെ തേങ്ങാക്കൊത്ത്, അടുത്ത് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് കൊത്തിയിട്ടുണ്ട്.
ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഉപ്പും ചേർത്ത് വേവിച്ച ചക്കക്കുരു. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവ് കിട്ടും അല്ലേ? ചെറുതും കൂടെ വേവാനുണ്ട്. അത് 2 വിസിലേ ഞാൻ വേവിച്ചിനി അല്ലേ കുക്കറിൽ. അപ്പോൾ ഇതിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരിലും വെറുതെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്തരച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. അരപ്പൻ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. തിളക്കട്ടെ അല്ലേ? അപ്പം നമ്മുടെ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് വെക്കാവുന്നു അല്ലേ? ഇത് കുറച്ചും കൂടെ കുറുകും എടുത്ത് വെക്കുമ്പോൾ. പിന്നെ എടുത്ത് വെച്ചോ. ഇനി വറുത്തിടണ്ടേ? ഇതിലൊക്കെ ഒന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഉള്ളി തോന്നു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഓക്കെ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച നമ്മുടെ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഊണയിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഊണയിക്കലേ. അപ്പോൾ ഞാനും നവലും ഉണ്ട്. ഇല്ലാത്ത കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. മതി നവലെന്താ കഴിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി നല്ല കുറി വന്നിട്ടുണ്ട്. ചക്കക്കുരു വറുത്തരച്ച ചക്കക്കുരു കറി. അപ്പോൾ അച്ഛനമ്മയും അവിടെ നിന്ന് കഴിച്ചു കേട്ടാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി രാത്രിയൊക്കെ അവർക്ക് കഴിഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവർ ചോറ് കഴിച്ചു. അവർ 2 മണിയായി സമയം. നമ്മളിനോർക്ക് നീ എപ്പോഴും കഴിക്കുന്നില്ല അല്ലേ? വേറെ മുട്ട വറുത്തതുണ്ട്, ചക്കക്കുരു അച്ചാറും. അവരെ നോക്കിയാൽ കറി ആദ്യം അവരെ ഞാൻ കഴിക്കാം. നല്ല ചൂടുണ്ട്. അയ്യോ കറി നല്ല കറിയാണ്. പക്ഷെ നല്ല ചൂട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ നേരത്തെ ചോറ് കഴിച്ചു. കറിയാവാൻ കുറച്ച് വൈകിപ്പോയതാണ്. ഇനി അവർ ചപ്പാത്തി കഴിച്ചോട്ട് രാത്രി. ഇതവിടുത്തെ കറി ചപ്പാത്തിക്കും ദോശക്കും എല്ലാം നല്ല മസാല. മോരുടെ കുണച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഇഷ്ടപ്പെടുന്നവർ ഈ കറി ഇഷ്ടപ്പെടും. ചക്കക്കുരു ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടില്ല. നമുക്കെല്ലാം ഇഷ്ടമാണ് ചക്കക്കുരു, ചക്ക അല്ലേ അല്ലേ കപ്പ. എന്നാ പിന്നെ കഴിക്കട്ടോട്ടാ. ഓക്കെ നമ്മളിത് അതോടത്തെ